നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ മുൻപിൽ മുഖംമൂടി ഇട്ടിരിക്കുന്നവർക്ക് നീ കാണുക അതഴിച്ചു വെക്കേണ്ടി വരും. അതിനി അധികം സമയമൊന്നുമില്ല. അച്ഛന്റെ മോളിൽ നിൽക്കുന്ന ഗതികേട് അച്ഛന് മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്നത്? ഇപ്പൊ അച്ഛന്റെ മോളൊരു കള്ളിയാണ്. കള്ളത്തരങ്ങൾ മുഴുവൻ പറയുന്ന, പറഞ്ഞ കള്ളങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്ന ഒരു കള്ളി. എനിക്ക് മടുത്തു അച്ഛൻ. ഒരു നിമിഷം പോലും സ്വസ്ഥത എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. ചുറ്റുള്ള ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ജീവൻ കളയാൻ വരെ അവര് തയ്യാറാണ്. പക്ഷെ അച്ഛൻ എനിക്കൊരു വഴി കാണിച്ചതാ, ഒന്ന് ഉറങ്ങാൻ ഒരു മാർഗം പറഞ്ഞതാ. എന്നെ കൊണ്ട് ഒന്നിനും ആവുന്നില്ല. ഒരു സങ്കടം ഉണ്ടാക്കില്ലെന്ന് മോളുടെ അച്ഛന് ഞാൻ വാക്ക് കൊടുത്തതാ. പക്ഷെ ഞാൻ തോറ്റുപോയില്ല സദാനന്ദേട്ട. എന്റെ ശ്വാസം ഇപ്പോഴും ബാക്കിയുണ്ട്. അത് സദാനന്ദേട്ടന്റെ മോൾക്ക് വേണ്ടി മാത്രമാണ്. പോലീസുകാർ ചോദിച്ച തെളിവ് ഉണ്ടാക്കണ്ടേ അമ്മേ? അതിനെന്ത് മാർഗം അമ്മ കണ്ടിരിക്കുന്നേ? വീണ്ടും വീണ്ടും കള്ളം പറയാനോ? അമ്മേ, സ്റ്റേഷനിൽ വെച്ച് ജീവന്റെ പെരുമാറ്റം അമ്മ ശ്രദ്ധിച്ചോ? എന്നെ കുറിച്ചൊരു മോശം വാക്ക് ആ പോലീസുകാരൻ പറഞ്ഞപ്പോ ജീവൻ പ്രതികരിച്ചത് കണ്ടോ? ഹരിയുടെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് കണ്ട് സഹിക്കുന്നു. ഹരിയുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോ ഒരു പരാതിയും ഇല്ലാതെ കൂടെ വരുന്നു. വഴിവെക്കൽ എനിക്കും ഹരിക്കും ചായ വാങ്ങിത്തരുന്നു. ഇതിലെവിടെയാണമ്മേ എനിക്ക് ജീവന്റെ ഭാഗത്തൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ളത്? എങ്ങനെയാണമ്മേ ഞാൻ ജീവനെ വെറുക്കേണ്ടത്? അമ്മ ഹരിയോടും അമ്മാനോടും സംസാരിക്കണം. ഈ വീട്ടിൽ നിന്ന് എന്നെ അമ്മയുടെ കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് ജീവന്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കണം. അമ്മ പേടിക്കുന്ന കാര്യം എന്തായാലും എനിക്കതിൽ കുഴപ്പമില്ല. ഇങ്ങനെ കള്ളത്തരം കാണിച്ച് മടുത്തമ്മ. നമുക്ക് സത്യസന്ധമായിട്ട് ചിരിക്കണ്ടേ? മനസ്സിലെ വല്ലായ്മയില്ലാതെ ആളുകളുടെ മുഖത്ത് നോക്കണ്ടേ? പക്ഷെ ഞാൻ എത്ര പറഞ്ഞു തന്നിട്ടും
നിനക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. മോൾ എന്താ കരുതിയത്? ജീവനെ നിന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി അമ്മ ആഗ്രഹിക്കുന്നു? ഒരിക്കലുമില്ല. കാലങ്ങൾക്ക് ശേഷമുള്ള ഓർമ്മയില്ലായ്മയിൽ നിന്നും അവൻ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോ അമ്മ പ്രതീക്ഷയോടെ അവന്റെ അടുത്ത് കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. തിരിച്ചു വരുന്ന അവൻ പാവമായിരിക്കണേന്ന്. അവന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവണേന്ന്. പക്ഷെ അമ്മ കണ്ടത് അതൊന്നുമല്ല. പഴയ സ്വഭാവത്തിൽ നിന്നും ഒരുപാട് മൂർച്ച കൂടിയ ഒരാളെയാണ്. മോളെ, ഞാൻ നിഷേധിക്കുന്നത് എന്റെ മകനെയാ. ഒരമ്മ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിലെത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ടാവുമെന്നറിയോ? ഒരു കാര്യം അമ്മയ്ക്ക് ഉറപ്പുണ്ട്. ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നത് മോളുടെ നന്മയിലായിരിക്കും. ആയിരിക്കണം. അല്ലെങ്കിൽ ഈ അമ്മ കഷ്ടപ്പെടുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വേറെ ഒന്നും ചിന്തിച്ചു കൂട്ടരുത്. എല്ലാത്തിനെയും നമ്മൾ നേരിട്ടേ പറ്റൂ. തൽക്കാലം ഈ അമ്മയ്ക്ക് വേണ്ടിയാ സഹിക്കുന്നതെന്ന് ഓർത്ത് നീ കരച്ചിലടക്കും. ഒക്കെ മാറും. നിന്റെ മുൻപിൽ മുഖംമൂടി ഇട്ടിരിക്കുന്നവർക്ക് നീ കാണുക അതഴിച്ചു വെക്കേണ്ടി വരും. അതിനി അധികം സമയമൊന്നുമില്ല. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, എന്റെ മക്കളെക്കാൾ സ്നേഹം ഞാൻ നിനക്ക് തരുന്നുണ്ടെങ്കിൽ നിന്നെ അമ്മ സുരക്ഷിതയാക്കിയിരിക്കും. എന്റെ ജീവിതം അതിനു വേണ്ടിയാ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനു വേണ്ടി മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.